ഇത് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഒരു മുത്തം തരാൻ പാടില്ലാതൊന്നും എന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അടുത്തത് നോക്കാം ഗൈസ്. ഇത് കയ്യിലെടുക്കാവോ? ഓ, ഇങ്ങനെ വെക്കാല്ലേ? ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മണ്ട കയറണം, എന്നിട്ട് ഇതെടുക്കണം, എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അതിന്റെ മണ്ടലോട്ട് കയറിട്ട് ചാട്ടം. വിഷയം തന്നെയാണല്ലേ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാനിപ്പോ എന്റെ മണ്ടലോട്ട് അങ്ങനെ കയറും. എന്ത് വിധി ഇത്? ഓ ഓ, മനസ്സിലായോ? ആദ്യം ഇവിടെ കയറ, എന്നിട്ട് ഇവിടെ കയറ, എന്നിട്ട് ഈ സാധനം തിരിച്ചെടുക്കുക താഴേന്ന്. ഏതാ വല്ലാത്ത ചതീത്. ചാടിയില്ലല്ലോടാ, പിന്നെങ്ങനെടാ തന്നെയൊക്കെ തെറിച്ചു പോന്ന? മഞ്ച് കടിക്കുന്ന സൗണ്ടാണല്ലോ ഇവൻ ചാടുമ്പോ. മഞ്ചിന്റെ പരസ്യത്തിൽ കാണുമല്ലോ ഈ സൗണ്ട്. ഓക്കെ ഗൈസ്, ഈ സാധനം എടുക്കുമ്പോ തന്നെ നമ്മൾ തെറിച്ചു പോകുന്നുണ്ട്. വെറുതെ നിന്നാ മതിയായിരുന്നു കേട്ടാ. ഞാൻ ചുമ്മാ കിടന്ന് ഞെക്കി ഞെക്കി അങ്ങോട്ടും ഇങ്ങോട്ടും താഴെയൊക്കെ പോയത്. ബ്ലഡി ഫുഡ് സിമ്പിൾ. ഞങ്ങളുടെ അവിടെ ചാടുന്നു. നമ്മളാ ബോക്സ് എടുത്തോണ്ട് വരണ്ടായിരുന്നോ? ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. ബോക്സ് അപ്പുറത്തിരിക്കുക, അപ്പുറത്തോട്ട് പോകാൻ വഴിയില്ല. ആ മൊത്തം ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്. അതിനാണല്ലോ റീസ്റ്റാർട്ട് ലെവൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. 2 hours later. എടാ, നമ്മൾ നേരത്തെ കളിച്ചതല്ല കളി. ഇങ്ങനെ വന്നിട്ട് ചോടി ഇങ്ങനെ കൊണ്ടുവെക്കണം, മനസ്സിലായ? കണ്ടാ, ഇപ്പോഴല്ലേ പുതിയ സാധനങ്ങൾ നമ്മൾ പഠിച്ചത്. ഓക്കെ, തിരിച്ചെടുക്കണ്ടേത്? കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. ആളെ പറ്റിക്കുന്ന ഗെയിമാണ് കേട്ടെ. നമ്മൾ ആദ്യം ചെയ്തില്ല, അതാണ് കറക്റ്റ്. ഇത് തെറ്റാണ് കേട്ടോ. കൂടുതൽ ബുദ്ധി ഉപയോഗിക്കരുത് ഈ ഗെയിമിൽ. ഇതാണ് കറക്റ്റ്. എടുക്കടാ, ഇതെടുക്കാൻ പറ്റത്തില്ലടാ. പിന്നെന്തിനാടാ ഞാൻ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്ത് വന്നത്? മൊത്തം ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്. അതെടുക്കാം, പക്ഷെ അതെങ്ങനെ എടുക്കും ഞാൻ? കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. ഇതിനെ എങ്ങനെ എടുക്കും ഞാൻ? അയ്യോ, ഒരു ബോക്സ് അപ്പുറത്തും ഇല്ലേ? ഞാൻ ഇതിനെങ്ങനെ അപ്പുറത്തോട്ട് ചാടും? അയ്യോ, ചതിച്ചല്ലോടാ. ആളെ പറ്റിക്കരുത്. ഗെയിം ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യരെ അവരെ ഭ്രാന്ത് പിടിപ്പിക്കാൻ ബുദ്ധി ഉപയോഗിക്കും. പല കമോൺ. സെക്കൻഡ് ബോക്സിൽ കയറി മറ്റേ ബോക്സിന്റെ അപ്പുറത്ത് വെച്ച് പോകും. യെസ്, ആ ഐഡിയ നമുക്ക് തോന്നിയില്ലല്ലോടാ. പറ്റും. ഇവിടെ താഴെ വീഴായിരുന്നു. അത്ര ഉള്ളടാ മക്കളെ, വിഷയം അത്ര ഉള്ളടാ. അയ്യോ, പോലെ പോലെ. ഫൈനലി പറഞ്ഞത് പ്രണവ് ബ്രോ, അത്രേ ഉള്ളു. പ്രണവ് ബ്രോ, അത്രേ ഉള്ളു. ഫൈനലി വി ഡിഡ് ഇറ്റ്. നേരത്തെ പോലെ എടുക്കാം. ഇവിടെ തൊള്ളേ വിഷയം അവിടെ കൊണ്ടുവെക്കാം. അപ്പൊ അത് വേണ്ടേ? ഒരെണ്ണം മതി, ധാരാളം. പറഞ്ഞ നമ്മൾ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് 2 എണ്ണം കൊണ്ടുവന്ന് 2 എണ്ണം വിഷയാണേ. ഇനി എന്തുവാടാ? ഓ, ഇവിടെ ചെല്ലണം നമ്മൾ. അല്ല, നമ്മൾ ഇതേപോലെ എന്തോ ഒരു സാധനത്തിനകത്തോട്ട് കേറി പോയില്ലായിരുന്നു കഴിഞ്ഞ ദിവസം? ഇതിനകത്ത്. അതെ, ആ, ശരിയാണല്ലോ.
ആ അത്രേ ഉള്ളു കേറി പോടാ. ഓ സെറ്റ്, നമ്മൾ എത്തിയടാ. എന്താ പറക്കാത്ത? ആ എന്റെ മോനെ, അവസാനം അങ്ങനെ അത് കംപ്ലീറ്റ് ആയി ഗൈസ്. ഓ ഒരു ബർഗർ തന്നെട്ടോ, നല്ല ക്ഷീണം. ഓ ഇനി അടുത്ത എന്ത് പൊല്ലാപ്പാണോ എന്തോ തമ്പുരാനറിയാം. ഓ അടുത്ത ഇതാണ്, ടവറിൽ കയറണം. ഇതെന്താ ബൾബ് ഉണ്ടല്ലോ, ബൾബ് വെച്ച് എന്താ ചെയ്യാനുള്ള? ബൾബ് ഇതിനകത്ത് ഉണ്ട് എന്നാ എന്തോ ഉണ്ടല്ലോടാ, മനസ്സിലാവുന്നില്ലല്ലോടാ. ഇതിപ്പോ ഒന്നും ഇല്ല, ഇത്രേ ഉള്ളൂ മൊത്തം. അപ്പൊ ഇതിനകത്ത് എന്തോ ചെയ്യാനാണ്? ബൾബ് ഉണ്ട്. അപ്പോൾ ബൾബ് എടുക്കുക, ഇതിനകത്തോട്ട് വെക്കുക. ഇനി എന്താ കഴിഞ്ഞ ലൈറ്റ് വരുന്നു അവിടെ നിന്ന്. അപ്പോൾ ഈ സാധനം എടുക്കണം, ഇതെടുത്ത് ഇതിനകത്തോട്ട് വെക്കണം. പൊട്ടന്ന ലോക പൊട്ടനാണ്. ഓ തിരിച്ചിങ്ങനെ വെക്കാം കേട്ടാ. അത് തിരിച്ചു വെച്ച് നമ്മൾ ചാവുന്ന ഓ ഐസ് പൊട്ടിക്കാം നമുക്ക്. നട അതിപ്പോ എന്താ? അത് ബ്ലൂ വെയിലും അല്ലേ വരുന്നത്? ഒരു ബ്ലൂ വെയിലിന്റെ സൗണ്ട് അല്ലേടാ ഞാൻ ഇപ്പൊ കേട്ടത്. അയ്യോ ആ ബ്ലൂ വെയിലാടാ ഇത്. പാടാ വന്ന് കൊല്ലാൻ പാടാ. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? പാടാ വന്നീ പോയാ, നീ പേടിച്ച് പോയാ? കൊല്ലാൻ ആരും ഇല്ല ഇപ്പൊ എന്നെ. കൊന്നു ചിപ്പിക്കാനാ. അയ്യോ സാധനം പൊട്ടി. ഇനി ആര് കൊല്ലു എന്നെ? സാധനം പൊട്ടി വളഞ്ഞു പോയടാ. ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും? എന്തായാലും നോക്കുന്നോ? എന്താ എന്ത് വല്ല നടക്കുമെന്ന് കൊല്ലാവുമെന്ന്? എന്താ ഉദ്ദേശിക്കുന്നത്? വല്ല നടക്കൂടെ? കുറെ നേരമായിട്ട് നോക്കുവാണല്ലോ ഇത്. ഇതെന്താ സംഭവം? എന്താ പാട്ടിട്ട് തരാം. പാടാ വന്നീ എടാ, പാടാ കളിക്കാൻ. എടാ ഇത് ബഗ്ഗായോടെ, ഇത് കുറെ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നവൻ. 2 hours later. ചേടാ ഇതെന്ത് കഷ്ടം. ഐ കോണ്ടാക്ട് ഒക്കെ ഇട്ട് കളിക്കുന്നത് സത്യം. ഇത് മറ്റേത് കണ്ണിനുള്ളിൽ കാമനോട്ടം. എടാ എന്താടാ ഞാൻ ചെയ്യണ്ടേ? ഓ ലൈറ്റ് എടുത്ത് ഇതിനകത്ത് വെക്കാം. വാടാ കണ്ണിനകത്തോട്ട് അടിച്ചു തരാടാ ഞാൻ. വെറുതെ ആണോ ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്നേ? ഇത് അടിച്ചു കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു. ഓ ഞാൻ വിരിച്ച് ഗെയിം വരെ ബഗ്ഗായി പോയെന്ന്. വാടാ വന്നീ കളിക്കാൻ. ഇതാടാ വാടാ വെട്ടം. സിമ്പിൾ ആയിപ്പോയല്ലടാ. ഇതെന്താ ഇവിടെ സിമ്പിൾ ആക്കിക്കൊണ്ടിരിക്കണോ? പക്ഷെ ടഫാക്കി തായി. ഇത് കുറെ ഉണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. വാ പട്ടപ്പട്ടേന്ന് തീർക്കാം. ഇതേതോ കമ്പ്യൂട്ടറും ഉണ്ടായി വലിയ സംസാരം ഒന്നും വേണ്ട. ഓ ആയിരിക്കലും CPU ആവശ്യം ഉണ്ടായി പറഞ്ഞാൽ മതി. എന്നാ ഫോൺ വിളിക്കുന്ന ഇവിടെ ഡോണട്ടായിരുന്നു. തുറക്ക് കൊള്ളാലടാ. ചിന്ത ചെയ്യണ്ട. ഇതിനകത്ത് എങ്ങനെ നമ്മൾ ചാവാനായിട്ടൊന്നും കാണിക്കുന്നില്ലല്ലോ. എല്ലാം ലോക്കാണല്ലോടാ. മനസ്സിലാവുന്നില്ലല്ലോടാ. ഈ സാധനം നീക്കാൻ പറ്റും. ഇതിനകത്തൂടെ ഇനി കയറിപ്പോണ്ടി വരും നമ്മള്. എടാ ഇവിടെ എന്താണ് ചെയ്യാനുള്ളത്? ഈ സാധനം അടിച്ചു പൊട്ടിക്കണോ ഇനി? മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ തുറന്നെടുക്കും. നീ കമ്പിപ്പാര എടുത്ത് പൊട്ടിക്കണം. മനസ്സിലായ ഇത് ഉരുട്ടി അങ്ങോട്ട് ഇടണമായിരിക്കും മിക്കവാറും. അത് തന്നെ. അപ്പൊ ആ സാധനം പൊട്ടും. നല്ല താഴെ ചാടി തല തല്ലി മരിക്കണം. ബട്ട് എങ്ങനെയാ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഐ ആം കൺഫ്യൂസ്ഡ്. അവിടെ ഇതും എടുക്കാൻ പറ്റൂടെ? മറ്റേതൊക്കെ ഇച്ചിരി സിമ്പിളായിപ്പോയി. ഇത് കൊള്ളാം. കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട്. ചാട്. ഓ നമുക്കിവിടെ തീ ഇടാൻ പറ്റിയ കൊള്ളാം. എടാ വല്ല അറിയാവടാ നിനക്കൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൺഫ്യൂഷൻ ആയല്ലോടാ. എടാ ഇതെന്താ? ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് സത്യം. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അല്ലേ എടാ CPU ഇതെടുക്കാൻ പറ്റൂല പറഞ്ഞ പോലെ. അപ്പൊ അത് വെച്ച് എന്തേലും ആണോ ചെയ്യണ്ടേ?
ഒരു പിടിയും കിട്ടുന്നില്ലല്ലോടാ. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ തന്നെ. ഈ സാധനം പൊട്ടിക്കുക, തീ കൊണ്ടുവരിക, മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് ഇങ്ങനെ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവെക്കുക. ഈ കമ്പ്യൂട്ടർ ഓണാക്കുമ്പോൾ എന്ത് പറ്റും? തീ കത്തും. അപ്പൊ എന്ത് ചെയ്യണം? ഈ സാധനം കൊണ്ട് മണ്ടയിൽ വെക്കണം. എന്താ ബുദ്ധിയല്ലേ എൻ്റെ? കണ്ട, ഇനി അങ്ങോട്ട് ഓണാക്കടവനെ. ഓ അടാ ചാവ്. വിഷയം തന്നല്ലേ ഞാൻ. എന്റെ അമ്മോ.